ഇടുക്കിയിൽ സിപിഐയിൽ വീണ്ടും പൊട്ടിത്തെറി. അടിമാലിയിലെയും തൊടുപുഴയിലെയും നടപടികൾക്ക് പിന്നാലെ ഉടുമ്പൻചോലയിലും രാജിയും പുറത്താക്കലും. സിപിഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും കിസാൻ സഭ ജില്ലാ പ്രസിഡന്റുമായ പി.കെ. സദാശിവൻ പാർട്ടിയുടെ മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. ഇടുക്കിയിലെ സിപിഐയിലെ പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ. AITUC സംസ്ഥാന കൗൺസിൽ അംഗവും കിസാൻ സഭ ജില്ലാ പ്രസിഡന്റുമായ പി.കെ. സദാശിവനാണ് ഏറ്റവും ഒടുവിലായി പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായി അറിയിച്ചത്. നാളുകളായി പാർട്ടിയിൽ തുടരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് രാജിയെന്നാണ് വിവരം. ഇടുക്കി ജില്ലയിലെ സിപിഐ നേതൃത്വത്തിന്റെ സംഘടനാ വിരുദ്ധവും നീതിക്കും സത്യത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ മൂലവും വിഭാഗീയതയിലും ചതിപ്രയോഗത്തിലും മനമെടുത്താണ് താൻ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തതെന്ന് പി.കെ. സദാശിവൻ വ്യക്തമാക്കി. ഇതേസമയം ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പി.കെ. സദാശിവനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ.ജി. ഓമനക്കുട്ടനും അറിയിച്ചു. തുടർച്ചയായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജില്ലയിൽ സിപിഐക്കുള്ളിൽ നടക്കുന്ന അച്ചടക്ക നടപടികളുടെയും പൊട്ടിത്തെറികളുടെയും തുടർച്ചയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവമെന്നാണ് വിവരം. ചൊക്രമുടി വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഐ ജില്ലാ നേതൃത്വത്തിനും റവന്യൂ വകുപ്പ് മന്ത്രിക്കുമെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതിനെ തുടർന്ന് സിപിഐ നേതാവായ ബിനൂസ് കറിയ പാർട്ടി വിട്ടിരുന്നു. ഇയാളിപ്പോൾ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിന് പിന്നാലെ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗവും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മാത്യു വർഗീസിനെതിരെ ജില്ലാ നേതൃത്വം നടപടി സ്വീകരിച്ചിരുന്നു. ഇദ്ദേഹത്തെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. തൊടുപുഴയിലെ മറ്റൊരു പ്രമുഖ അഭിഭാഷകനായ പാർട്ടി നേതാവും രാജിവെച്ചതായാണ് വിവരം. മുമ്പ് സിപിഐ ഉടുമ്പൻചോല മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് മനോജിനെയും പാർട്ടി പുറത്താക്കിയിരുന്നു. കാലങ്ങളായി പാർട്ടിയിൽ തുടരുന്ന വിഭാഗീയത ഇനിയും പരിഹരിക്കുവാനായിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.